വിപ്ലവാത്മകമായ തീരുമാനം. എന്റെ അസൂയയോട് 40 ദിവസം വിട പറയുക. മറ്റുള്ളവരോട് കുറ്റം പറയുന്നതിനോട് ഞാൻ വിട ചൊല്ലുക. എന്റെ മൊബൈൽ അഡിക്ഷനോട് ഞാൻ വിട പറയുക. എന്താണ് നമ്മെ നിയന്ത്രിക്കുന്ന അതിനോട് ഈ 40 ദിവസം ഞാൻ വിട ചൊല്ലുക. അതാണ് യഥാർത്ഥമായ ഉപവാസം. നോമ്പാചരണം ഒരു കാര്യമില്ലാതെ അവൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നോമ്പാചരണത്തിന്റെ തീരുമാനം എന്നാണെന്നറിയോ? ഞാൻ വിട്ടു. അത് ഞാൻ മനഃപൂർവ്വം അതിനോട് ക്ഷമിച്ചിരിക്കുന്നു. എന്നാ വേണേ പറഞ്ഞോട്ടെ, എന്നാ വേണേ ചെയ്തോട്ടെ, എനിക്ക് അതിനോട് ഒരു മറുപടി ഇല്ല, പ്രതികാരമില്ല. പ്രതികരിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, പ്രതികരിക്കാൻ സത്യമില്ലാഞ്ഞിട്ടല്ല, ഞാൻ പ്രതികരിക്കാൻ പോവുകയില്ല. അപ്പൊ എന്റെ പ്രതികരണ ശക്തിയുടെ മേൽ നോമ്പാചരണം വരികയാണ്. അവിടെയാണ് യഥാർത്ഥ നോമ്പ് ആരംഭിക്കുന്നത്. എനിക്ക് വിരോധമുള്ള വ്യക്തി എന്റെ കൺമുമ്പിൽ എന്റെ കയ്യെത്തും ദൂരത്ത് കിട്ടി, അവന്റെ ദേഹത്ത് തൊടാനോ ഒരു നാക്കുകൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട് പോലും അവനെ നോവിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമ്പോൾ എന്നിൽ നോമ്പ് ആരംഭിച്ചു. അവിടെയാണ് നോമ്പ് ആരംഭിക്കുന്നത്. എന്നെ തകർത്തവൻ, എന്നെ തീർത്തവൻ എന്റെ കൺമുമ്പിൽ നിൽക്കുന്നു. ഈ നിൽക്കുന്നവനെ ഹൃദയം തുറന്ന് എന്റെ സഹോദരനാണ് അവൻ എന്ന അർത്ഥത്തിൽ ഞാൻ അവനെ സ്നേഹിക്കുമ്പോൾ, ഭക്ഷണം കൊടുക്കുമ്പോൾ, കുടിക്കാൻ വെള്ളം കൊടുക്കുമ്പോൾ, കഴിക്കാൻ ആഹാരം കൊടുക്കുമ്പോൾ എന്റെ നോമ്പാചരണം ഞാൻ അവിടെ ആരംഭിച്ചു.